ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. +2 വിദ്യാർത്ഥികൾക്ക് ഹിന്ദി എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത കുട്ടികൾക്ക് നാളെ എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് ഒഫീഷ്യൽ സർക്കുലർ. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ജിമ്മൻ സാർ ഉണ്ട്, ധീരജ് സാർ ഉണ്ട്, ഹിന്ദിയുടെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഒഫീഷ്യലായി ഇപ്പം വന്ന സർക്കുലറിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025-26 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ രണ്ടാം പാദവാർഷിക, അതായത് ക്രിസ്മസ് പരീക്ഷയുടെ 20/12/2025 തീയതിയിൽ രണ്ടാം വർഷ ഹിന്ദി പരീക്ഷ ചില സാങ്കേതിക കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. മേ ബി പേപ്പർ ലീക്കേജ് ആയിരിക്കും, ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്കോ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ലോജിസ്റ്റിക് ഇഷ്യൂസ് ആയിരിക്കും, നമുക്കറിയില്ല. അതുകൊണ്ട് മാറ്റിവെക്കുന്നതായി അറിയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, സ്കൂൾ തുറന്നതിന് ശേഷം 5-ാം തീയതി അല്ലേ, ജാനുവരി 5-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു അപ്ഡേറ്റും കൂടി ഉണ്ട്. ബാക്കി സബ്ജക്ട്സുകൾ ഒന്നും എന്തല്ല, നിലവിൽ ക്യാൻസൽഡ് അല്ല. അപ്പോൾ എൻ്റെ കൂടെ ഹിന്ദി സാർ ഉണ്ട്. സാർ നിങ്ങളോട് പറയാനുള്ളത് പറയും. ചിലപ്പോൾ കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. സാർ, അത് നഷ്ടമാവും, വേസ്റ്റ് ആവും? ഒരിക്കലുമില്ല. പഠിച്ചു തുടങ്ങിയാൽ എന്തായാലും ആ ഒരു കോൺഫിഡൻസോട് കൂടി പഠിച്ചു തുടങ്ങിക്കോളൂ. സോ ഇനിയും കൃത്യം 4-ാം തീയതി രാത്രി നമ്മൾ ഈ ലൈവ് എന്തായാലും ഉണ്ടായിരുന്നതായിരിക്കും. 4-ാം തീയതി കൃത്യം 7 മണിക്ക് എന്താണ് നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നതായിരിക്കും. 5-ാം തീയതി രാവിലെ റോക്കറ്റ് റിവിഷൻ ഒക്കെ നമ്മൾ വരുന്നതാണ്. സോ ഇതുവരെ പഠിച്ചവരൊന്നും വേസ്റ്റ് അല്ല. പഠിക്കുന്നതൊക്കെ आपको पता है, ज्ञान तो आगे लेके जा सकते हैं. तो ऐसा पढ़ना तो पढ़ते रहो, कोई बात नहीं. तो इसी जलवा के साथ हम वापस आएंगे. ഇതേ താക്കത്തോടുകൂടി നമ്മൾ എന്താണ് തിരിച്ച് 4-ാം തീയതി വരുന്നതായിരിക്കും. സോ ആരും ടെൻഷൻ അടിക്കണ്ട. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5-ാം തീയതി എക്സാം അത്ര ടെൻഷൻ അടിക്കണം. ബാക്കി സബ്ജക്റ്റൊക്കെ അതിന്റെ ഫ്ലോയിൽ നടന്നു പോകുന്നുണ്ട്. സോ അതിനൊക്കെ എന്താണ് കൂടുതൽ എന്ത് ചെയ്യണം, സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. 5-ാം തീയതി നടക്കുന്ന എക്സാം പ്രശ്നമില്ല. എന്താണ് സ്കൂൾ തുറന്നതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം, നല്ല രീതിയിൽ എക്സാമിൽ മാർക്ക് വാങ്ങാം. തോ ബച്ചോ, താങ്ക് യു. എടാ, അപ്പോൾ ഹിന്ദി കുട്ടികൾക്ക് കെമിസ്ട്രി എക്സാമിന് ഒരു എക്സ്ട്രാ ഡേ കിട്ടുകയാണ്. അപ്പോൾ നാളെ നിങ്ങൾ എക്സാമിന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സമയം കൂടി കെമിസ്ട്രി പഠിക്കുക. നിങ്ങൾ ഇതൊരു അവസരമാക്കി മാറ്റുക. കെമിസ്ട്രി എക്സാം ടഫ് ആണെങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് ഹിന്ദി കുട്ടികൾക്ക് എന്ത് ചെയ്യരുത്, എക്സ്ക്യൂസ് പറയരുത്. നാളെ കിട്ടുന്ന ദിവസം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ റീൽസോ ടൈം വേസ്റ്റോ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യരുത്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. तो बच्चों मिलते हैं. थैंक यू.